വെൽക്കം ബാക്ക് ടു മാത്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണിയ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക് ടൈമിന്റെ പ്രോബ്ലംസ് ആണ്. ഇതിനു മുന്നേ ഞാൻ കുറച്ചധികം വീഡിയോസ് വർക്ക് ടൈമിൽ വെച്ചിട്ട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പൊ അവിടെ നിങ്ങൾ പോയിട്ട് ഈ ഒരു വർക്ക് ടൈമിന്റെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. കാരണം ബാങ്ക് എക്സാമുകൾക്കും PSC എക്സാമുകൾക്ക്, ഗവൺമെന്റ് എക്സാമുകൾ പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സ്പീഡിൽ ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടത്തില്ല കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: A can do a work in 15 days and B in 20 days. If they work on it together for 4 days, then the work that left is. എന്താ പറയുന്നേ? എയും ബിയും രണ്ടാൾക്കാരാണ്. അപ്പം എക്ക് ഒരു ജോലി 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അതേ ജോലി ബിക്ക് 20 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവര് 4 ദിവസത്തേന് ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ബാക്കി എത്ര ജോലി ബാക്കി ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? ഇനി മീൻസ് അവർ 4 ദിവസത്തിന് ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്കിനി ബാക്കി എന്തോരം ജോലി ബാക്കി ഉണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ എയുടെ 15 ദിവസം കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവരുടെ രണ്ടുപേരുടെയും ഓരോ ദിവസത്തെ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ 1 ഡേ ഇവരുടെ വർക്ക് നമുക്ക് നോക്കാം. 1 ഡേ വർക്കില് എക്ക് എത്ര വർക്ക് ചെയ്യാൻ പറ്റും? 1/15 അല്ലെ? 15 ദിവസമാണ് അവരുടെ ടോട്ടൽ. അപ്പൊ എയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/15 ആണ്. അപ്പൊ അങ്ങനെയാകുമ്പോ ബിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്താണ്? 1/20 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ അവരുടെ ഒരു ദിവസത്തെ വർക്ക് അതിനെന്ത് ചെയ്താൽ മതി? A + B ചെയ്ത A + Bയുടെ വർക്ക് എന്ത് കിട്ടും? 1/15 + 1/20. ഇത് എത്ര കിട്ടും നോക്കിയേ. 1/15 + 1/20 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 35 ഡിവൈഡഡ് ബൈ 300. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലെ? സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? മുകളിലും താഴെ 5 കോമൺ ആണ്. സോ 5 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 7 ഇത് എത്ര കിട്ടും? 7 ഇവിടെ 300 ഡിവൈഡഡ് ബൈ 5 വരണം. 300 ഡിവൈഡഡ് ബൈ 5 വരുമ്പോ എത്ര വരും? 60 വരും അല്ലെ? സോ 7/60 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണം? ഇനി ഇവര് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് അവര് 4 ദിവസത്തേനാണ് ഒരുമിച്ച് വർക്ക് ചെയ്തത്. അപ്പൊ നമുക്ക് അവർ ഒരുമിച്ച് ഒരു ദിവസം വർക്ക് ചെയ്ത പോർഷൻ കിട്ടി. എത്രയാ? 7/60. അപ്പൊ അങ്ങനെ ആവുമ്പോ ഫോർ 4 ഡേയ്സ് 4 ദിവസം അവരുടെ വർക്ക് എന്തായിരിക്കും? 4 × 7/60. അവർ ഒരുമിച്ച് 4 ദിവസത്തേന് വർക്ക് ചെയ്യുമ്പോൾ ഇത്രയും കിട്ടും. അപ്പൊ ഇത് നമുക്ക് ചെയ്ത് നോക്കിയേ. ദാറ്റ് ഈസ് 7 ഇവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. 7/15 എന്ന് കിട്ടും. 7/15 ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് 64 വെട്ടി പോകുമ്പോ ഇവിടെ എത്രയാണ്? 15 ആണ് വരിക. സോ 7/15 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇനി ചോദ്യം എന്താ? ചോദ്യം ഇതല്ല 4 ദിവസത്തേന് അവർ എന്തോരം ജോലി ചെയ്തു എന്നുള്ളതല്ല. 4 ദിവസത്തേന് അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഇനി ബാക്കി എത്ര ജോലി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ 4 ദിവസത്തേന് അവർ വർക്ക് ചെയ്ത് എന്തോരമാണ്? 7/15 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 15 ദിവസത്തില് 7 ദിവസമാണ് അവർ വർക്ക് ചെയ്തത് എന്നുള്ളൊരു മീനിങ് വരുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 7/15 15/15 ആവാം. 15/15 ആയാലേ മുഴുവൻ ജോലി കംപ്ലീറ്റ് ആവുള്ളൂ അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15/15 ആയാലേ മുഴുവൻ ജോലി കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ? 15ല് 7 ഭാഗമേ ജോലി ചെയ്തിട്ടുള്ളൂ. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും? എന്ത് ചെയ്താൽ മതി? 15/15 - 7/15 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 15 - 7 എത്രയാണ്? 8. 8/15 ആൻസർ കിട്ടും. സോ ആൻസർ എത്രയാണ് വരുന്നത്? ഓപ്ഷൻ ഡി. ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ABCD ഓപ്ഷൻ ഉണ്ട്. സോ ഓപ്ഷൻ ഡി 8/15 ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെയുള്ള സിമിലർ ക്വസ്റ്റ്യൻസ് ഇനി നിങ്ങൾ ചെയ്ത് പഠിക്കണം. തീർച്ചയായിട്ടും ഇത് എളുപ്പമായിരിക്കും. നിങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനു മുന്നേ ഞാൻ എന്റെ ചാനലിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതുപോലെയുള്ള സിമിലർ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും എടുത്ത് കാണുക. PSC എക്സാം സീരീസ് എന്ന് പറഞ്ഞ് എന്റെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അപ്പൊ ആദ്യമായിട്ട് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി അധികം ഡിഫറെന്റ് ടൈപ്സിലുള്ള വീഡിയോസ് എന്റെ ചാനലിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എടുത്ത് കാണാം. മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ലൈഫിൽ നമ്മുടെ ലൈഫിൽ മാത്തമാറ്റിക്സ് എങ്ങനെ യൂസ് ആകും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോസ് ഉണ്ട്. തീർച്ചയായിട്ടും ഒന്നും മിസ്സാക്കാണ്ട് തീർച്ചയായിട്ടും എടുത്ത് കാണുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.